അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ലോകം ഫലസ്തീൻ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. അല്ലാഹു അവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആയിരക്കണക്കിന് മൈലുകൾക്ക് പുറത്ത് വളവന്നൂരിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? രാജാധിരാജനായ റബ്ബ് എല്ലാറ്റിനും കഴിവുറ്റവനാണ്. നൂഹ് അലൈഹിസ്സലാമിന് കപ്പൽ ഉണ്ടാക്കി കൊടുത്ത, ലൂത്ത് അലൈഹിസ്സലാമിന്, ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒക്കെ ഹിജ്റ പോകാൻ സൗകര്യം നൽകിയ, മൂസാ അലൈഹിസ്സലാമിന് കടൽ പിളർത്തിയ, ഇസ്രായേൽ മക്കൾക്ക് മന്നും സൽവയും ഇറക്കിക്കൊടുത്ത, അങ്ങനെ ഒരുപാട് മഹാത്ഭുതങ്ങൾ ചെയ്ത റബ്ബ്, ഈ ആകാശഭൂമികളെയെല്ലാം പടച്ച് പരിപാലിക്കുന്ന റബ്ബ്, ഒരു നിമിഷാർദ്ധ നേരം മതി ശത്രുവിനെ മുഴുവൻ നശിപ്പിക്കാൻ. പിന്നെന്താണ് ഇങ്ങനെ? ശത്രുക്കൾ വളരുന്നു, ശത്രുത വളരുന്നു, അവർക്കെല്ലാവിധ സൗകര്യവും ഉണ്ടാകുന്നു. സത്യത്തിൻ്റെ ആളുകൾക്ക് സൗകര്യങ്ങളും സ്വാധീനങ്ങളും സമയവും സമ്പത്തുമൊക്കെ കുറയുന്നു. എന്താ ഇങ്ങനെ? പടച്ചോൻ ശത്രുക്കളുടെ ഭാഗത്താണോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ധാരാളം വ്യക്തമാണ്. മക്കാ ജീവിതകാലത്ത് തല്ലുകൊള്ളുക മാത്രമായിരുന്നു അവർ. തിരിച്ചു തല്ലുകയോ തിരിച്ചെതിർക്കുകയോ ഒന്നാട്ടുകയോ തുപ്പുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഏത് നബിമാരുടെ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്, നമുക്കറിയാം. അപ്പോൾ സുന്നത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ നടപടിക്രമം, ആ നടപടിക്രമത്തിന് ചില പ്രത്യേകതകളുണ്ട്. കാരണം നമ്മുടെ ജീവിതം പരലോകത്തേക്ക് നീണ്ടതാണ്. സാധാരണ മനുഷ്യർക്ക് ഇഹലോകം മാത്രമേ ഉള്ളൂ. മരണത്തോടുകൂടി അവരുടെ കാര്യങ്ങളെല്ലാം തീർന്ന പോലെയാണ് അവർ പെരുമാറുന്നത്. മരണത്തിൻ്റെ അപ്പുറത്തേക്കൊന്ന് എത്തി നോക്കാൻ, മരണാനന്തര ജീവിതത്തിൻ്റെ വിഷയങ്ങളിലേക്കൊന്ന് എത്തി നോക്കാൻ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം ഈ ലോകത്ത് വരുമായിരുന്നു. ഇവിടെ തീർന്നു, ഇവിടെ അവസാനിച്ചു എന്ന തോന്നലാണ് തിന്മകൾ ചെയ്യാനുള്ള കാരണം. തിന്മകളിൽ ആഹ്ലാദിക്കാനുള്ള കാരണം, നാം മരിക്കുകയായി, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നീ മരിക്കുകയായി എന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ആക്രാന്തം കാണിക്കുന്നത്, വാരി കൂട്ടണമെന്ന് വിചാരിക്കുന്നത് ഒക്കെ ഇവിടെ കഴിഞ്ഞു എന്നൊരു തോന്നൽ കൊണ്ടാണ്. കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തുടങ്ങിയിട്ടെന്നല്ല. ഹിയൽ ഹയവാൻ, അതാകുന്നു ജീവിതം എന്ന് അള്ളാഹു അരുളുമ്പോൾ ഇതല്ല ജീവിതം എന്നാണ് അർത്ഥം. ലഹിയൽ ഹയവാൻ വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം. ഇത് ജീവിതമല്ല. അന്നാസു നിയാമുൻ വഇദാ മാതു ഇൻതബഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യരൊക്കെ ഉറങ്ങുകയാണ്, മരിക്കുമ്പോഴാണ് അവർ ഉണരുന്നത് എന്ന്. ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയാ നമൂതു വനഹ്യ വമാ യുഹ്ലികുന ഇല്ല ദഹർ. ജീവിതം, നമ്മൾ ഈ ജീവിക്കുന്ന ജീവിതമാണ്,
നമ്മൾ മരിക്കും. നമ്മളെ നശിപ്പിക്കുന്നത് കാലമാണ് എന്ന് കാലവാദികൾ, നിരീശ്വരവാദികൾ, നിർമ്മതവാദികൾ അന്ന് പറഞ്ഞു. ആ ആശയമാണ് തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലും ഉള്ളത്. അപ്പോൾ മരണത്തിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കാൻ ആശയം കൊണ്ട്, കിതാബ് കൊണ്ട്, സുന്നത്ത് കൊണ്ട് എത്തി നോക്കാൻ അവസരം ലഭിച്ചാൽ ജീവിതമാകെ മാറും. സങ്കടങ്ങളൊക്കെ വേറെ വഴിക്കാവും, ദുഃഖങ്ങളൊക്കെ സുഖമായി മാറും, സന്തോഷം ആയി മാറും. അതാണ് അതിൻ്റെ കഥ. അതുകൊണ്ടാണ് നബിമാരും സഹാബിമാരും ഒക്കെ പോസിറ്റീവിനെ കുറിച്ച് സംസാരിച്ചത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ കടലാസുമായിട്ട് ഇങ്ങനെ ഓടി ഓടി നടക്കുന്ന ആളുകളെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും നെഗറ്റീവ് മാത്രമേ കയറി വരുന്നുള്ളൂ. സന്തോഷത്തിൻ്റെ തിരുനാളം, ആഹ്ലാദത്തിൻ്റെ ഒരു പ്രകാശം ഈ ചർച്ചകൾ എവിടെയെങ്കിലും ഉണ്ടോ? വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കടലാസ് തയ്യാറാക്കുന്നതിൽ, പൗരത്വത്തിൻ്റെ കടലാസ് തയ്യാറാക്കുന്നതിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സന്തോഷം കുടികൊണ്ടോ? എവിടെയെങ്കിലും ഒരു പുഞ്ചിരി കാണാൻ കഴിഞ്ഞോ? എന്തേ സംഭവിച്ചത്? അപ്പോൾ പരാതികൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, നബിമാർക്കൊക്കെ പരാതി വന്നു. വസുൽസിലു, കിടുകിട വിറപ്പിക്കപ്പെട്ടു. മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് ഇനി സഹായം എന്ന ചോദ്യം വരെ റസൂലുമാരുടെ ഭാഗത്ത് വരെ വന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു കൊടുത്തു, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അറിയുക അള്ളാഹുവിൻ്റെ സഹായം സമീപത്തുണ്ട്. ദുഃഖത്തിനപ്പുറം, നഷ്ടത്തിനപ്പുറം, വയറുവേദനക്കപ്പുറം, ഹാർട്ട് അറ്റാക്കിനപ്പുറം, ക്യാൻസറിനപ്പുറം, പ്രസവവേദനക്കപ്പുറം, കച്ചവടത്തിലെ നഷ്ടത്തിനപ്പുറം, വീടില്ലാത്ത ദുഃഖത്തിനപ്പുറം, എല്ലാത്തിനും അപ്പുറത്ത് ഒരു തുറവി ഉണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഞെരുക്കത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഒരിക്കൽ പറഞ്ഞാൽ തന്നെ മതി, നമുക്ക് 2 പ്രാവശ്യം പറയാം. തീർച്ചയായും ഉണ്ട്. എല്ലാത്തിനും അപ്പുറത്ത് അതുണ്ട്. ഇത് വസ്തുതയാണ്. വെറുതെ നമ്മളെ സമാധാനിപ്പിക്കുകയല്ല, സമാധാനിപ്പിക്കുകയാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കണ്ട, അള്ളാഹു ഉണ്ട് കൂടെ. ഇന്നാല മുദറഖൂൻ, ദാ പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മൂസാ നബി പറഞ്ഞു കൊടുക്കുന്നു അലൈഹിസ്സലാം, ഇന്ന മഅിയ റബ്ബി, റബ്ബ് കൂടെയുണ്ട്. നമ്മൾ കേട്ടതാണ്. അപ്പോൾ മക്ക ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർക്ക് തല്ലുകൊള്ളലേന്ന് പണി, തെറികൾക്കലേന്ന് പണി. മദീന ജീവിത കാലഘട്ടത്തിലാണെങ്കിൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം 177 പോരാട്ടങ്ങൾ, 27 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തത്. ഓരോ യുദ്ധവും തുടങ്ങുന്നതിന് മുമ്പ് മുതൽ അവസാനിക്കുന്നത് വരെയും, അവസാനിച്ച ശേഷവും എന്തൊക്കെ പരിപാടികളാണ്. പൈസ ഉണ്ടാക്കണം, ആയുധങ്ങൾ, യാത്രാ ഒരുക്കങ്ങൾ, പിന്നെ യുദ്ധം, അതിൽ കയ്യും കാലും മുറിയുന്നതും, മൂക്ക് ചെത്തുന്നതും, കണ്ണുപോകുന്നതും, കാല് മുറിയുന്നതുമൊക്കെയായ കാര്യങ്ങളും മരണവും. അത് കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് സംഭവിക്കുന്ന ഒരുപാട് മരണങ്ങൾ. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വിധവകൾ, ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകൾ, അവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾ, അവരുടെ മറ്റു വിഷയങ്ങൾ. വിധവകളെ സേവിക്കുന്നവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ആളെപ്പോലെയാണ്. എന്നും രാത്രി നിസ്കരിച്ച ആളെപ്പോലെ, അസായിമിൻ നഹാർ, എന്നും നോമ്പെടുത്ത ആളെപ്പോലെയാണ്. അപ്പം എല്ലാ വിധവകൾക്കും ഭർത്താക്കന്മാരുണ്ടായി. അവരുടെ ചികിത്സ, യുദ്ധത്തിൽ മുറിവേറ്റവരുടെ ചികിത്സ, മസ്ജിദിൽ, ഹോസ്പിറ്റൽ തുടങ്ങി.
ഓരോ യുദ്ധത്തിൻ്റെയും വിഷയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ മറ്റൊരു യുദ്ധം ആരംഭിക്കുകയായി. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. മക്കാ ജീവിതവും മദീന ജീവിതവും കർമ്മനിരതമാണ്. വേറെ ഒന്നും ചിന്തിക്കാനോ സംസാരിക്കാനോ അവസരമില്ല. അലാ തദ്ഉ ലനാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ നബിയെ? അലാ തസ്തൻസിറു ലനാ, നമുക്ക് സഹായം കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കണില്ലേ എന്ന് വരെ സഹാബത്തിന് സംശയം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം രണ്ടെണ്ണമാണ്. ഒന്ന്, ഈർച്ചവാളുകൊണ്ട് ഈർന്നു മുറിക്കപ്പെട്ടു. മരം ഈരുന്ന പോലെ മനുഷ്യനെ ഈർന്നു. ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് എല്ലും മാത്രം ബാക്കിയാകുന്ന വിധത്തിൽ തൊലിയും മുടിയും ഇറച്ചിയും മുഴുവൻ വാർന്നു. എന്നിട്ടൊന്നും അവർ മതത്തിൽ നിന്നും മാറിപ്പോയില്ല. അല്ലാഹുവാണ് സത്യം. സൻആ മുതൽ ഹദറമൗത്ത് വരെ നിർഭയമായി സഞ്ചരിക്കാനുള്ള ആ സമാധാനം വരാൻ പോകുന്നു. ആട്ടിൻകുട്ടിക്ക് ചെന്നായല്ലാതെ വേറെ ഒന്നിനെയും പേടിക്കേണ്ടാത്ത അവസ്ഥ വരാൻ പോകുന്നു. വലക്കിന്നക്കും തസ്തഅജിലൂൻ, നിനക്ക് തിരക്കായോ ധൃതിയായോ എന്നാ. അതോടുകൂടി അവരുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ തിരി വന്നു. നമുക്കോ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ എത്ര കേട്ടിട്ടും നമുക്ക് തൃപ്തിയാകുന്നുണ്ടോ ഇല്ലേ? എന്നാലും എന്നാണോ വരുന്നത്? അപ്പോൾ ഈടി വരുന്നു, പേടി വരുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. ഏതായാലും അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കയറി പോകാമെന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മ യഅ്തിക്കും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും, മുമ്പുള്ളവർക്ക് സംഭവിച്ചതുപോലെയൊന്നും സംഭവിക്കാതെ അപ്പം സംഭവിക്കാം. അപ്പം നമ്മളെ ഈമാൻ എവിടെ ഉണ്ടാവും? നമ്മളെ ഇഖ്ലാസ് എവിടെ ഉണ്ടാവും? വേണ്ടിയിരുന്നില്ല. രാമൻ തന്നെ ആയാമായിരുന്നു, ഗോപി തന്നെ മേരി തന്നെ ആയാൽ മതിയായിരുന്നു എന്നെങ്ങാനും. അങ്ങനെ വല്ല ചാൻസ് ഉണ്ടോ? ഇല്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്. മൂസ, നീ വരുന്നതിന് മുമ്പ് ഞങ്ങളാകെ കഷ്ടപ്പാടിലായിരുന്നു, വന്നപ്പോഴോ അതിൻ്റെ മേലെ വീണ്ടും കഷ്ടപ്പാടായി, കൂനിന്മേൽ കുരുവായി, പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്നായി മാറി എന്ന് പറഞ്ഞിരുന്നു. മൂസാ നബിൻ്റെ സമുദായത്തിൻ്റെ അതേ സ്ഥിതിയാണ് പല മുസ്ലിങ്ങൾക്കും. നമ്മളങ്ങനെയല്ല. കാരണം നമ്മൾ ഖുത്ബ കേൾക്കുന്നവരാണ്, നമ്മൾ ക്ലാസ് കേൾക്കുന്നവരാണ്, നമ്മൾ ഖുർആൻ വായിക്കുന്നവരാണ്, നമുക്ക് തൗഹീദുണ്ട്. ആ തൗഹീദിൻ്റെ മക്കൾ എന്തായിരുന്നാലും ഈ രീതിയിലല്ല. അതുകൊണ്ട് ഒന്ന് തൗഹീദ് ഉണ്ടാക്കണം. തല്ലുകൊള്ളുന്നവർക്ക്, കൊല്ലപ്പെടുന്നവർക്ക് തൗഹീദ് കിട്ടിയാൽ അവർക്ക് സ്വർഗമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തൗഹീദ് ഉണ്ടാക്കി കൊടുക്കുക. തൗഹീദുള്ളവർക്ക് 5 നേരത്തെ നിസ്കാരം ഉണ്ടാക്കി കൊടുക്കുക. മൂന്നാമതായി സഹനത്തിൻ്റെ, ക്ഷമയുടെ പാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. പിറുപിറുപ്പില്ലാതെ, പിറുപിറുപ്പില്ലാതെ, മുറുമുറുപ്പില്ലാതെ, ശപിക്കലില്ലാതെ, പഴിക്കലില്ലാതെ ഉള്ള ക്ഷമ. അക്ഷമയല്ല ക്ഷമ. എന്താ ചെയ്യുക, ക്ഷമിക്കല്ലാതെ എന്ന് പറയുന്ന ക്ഷമയല്ല. ക്ഷമയുടെ ഫലം സ്വർഗമാണെന്ന ക്ഷമയാണ്. 4, നമ്മൾ നേരിടണം. എങ്ങനെ നേരിടണം? മുസ്ലിമിലെ 118-ാമത്തെ ഹദീസിൽ പറഞ്ഞ പോലെ അമലുകൊണ്ട് നേരിടണം. എല്ലാ സുന്നത്തും എടുക്കണം, എല്ലാ ഫർളും എടുക്കണം. വീട്ടിലുള്ള എല്ലാവരും ജമാഅത്തിനെത്തണം, എല്ലാ ക്ലാസ്സിനും എവിടെ എത്തണം. ഓടിപ്പാഞ്ഞ് നടന്ന് നമ്മൾ കടലാസ് ശരിയാക്കുന്നുണ്ടല്ലോ ഇല്ലേ? അത് കേവലം ഒരു കടലാസ് മാത്രമാണ്. വേറൊരു കടലാസ് ഉണ്ട്, അത് സ്വർഗത്തിൻ്റെ കടലാസാണ്. അതിനു വേണ്ടിയുള്ള ഓടിപ്പാച്ചിൽ, അത് നിരന്തരമായി മരിക്കുന്നത് വരെ. സഹാബത്തിൻ്റെ ജീവിതം അങ്ങനെയാണ്. ജനാധിപത്യത്തിൻ്റെ വഴികൾ നമുക്ക് തേടണം. കാരണം മക്കയിലുള്ളതുപോലെയുള്ള ഗോത്ര ആധിപത്യമല്ല,
നമ്മൾ തിരഞ്ഞെടുക്കുന്നവരാണ് ജയിക്കേണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ട വിജയികളാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലൂടെ നല്ല ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള പണി നമ്മൾ എടുക്കുന്നു. ഒറ്റക്കല്ല, നമ്മൾ ശൂറ. അതോടൊപ്പം ഭക്തി ജീവിതം, തഖ്വയോടുകൂടിയുള്ള ജീവിതം. ഇനി എന്ത് സുന്നത്താ എടുക്കാനുള്ളത്, ഇനി എന്ത് പൂർണ്ണതയാണ് വരിക്കാനുള്ളത് എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഫലസ്തീൻ്റെ മോചനത്തിന്, പരിപൂർണമായ മോചനത്തിന് റബ്ബേ വഴിയൊരുക്കുവാൻ ലോകത്തിൻ്റെ നേതൃത്വത്തിന് നീ തൗഫീഖ് നൽകുമാറാകണം. ആണത്തമുള്ള, തൻ്റെ ഇടമുള്ള നല്ല ഭരണാധികാരികളെ ലോകത്തെവിടെയും അല്ലാഹുവേ നീ തിരിച്ചു നൽകണം. ഞങ്ങൾക്ക് പടച്ചവന് നല്ല ഭരണാധികാരികൾ നൽകണം. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ, മക്കൾ, കുട്ടുകുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹുവേ സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.